ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതീവ രഹസ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് പറന്നിറങ്ങുന്നു. 2 ദിവസം അദ്ദേഹം തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ചിലവഴിക്കുന്നു. കഴിഞ്ഞ മാസം 22, 23 തീയതികളിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ഈ വിവരം കഴിഞ്ഞ ദിവസം മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയായത്. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യയുടെ വിശ്വസ്തമായ റോക്കറ്റ് PSLVയുടെ തുടർ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയത്. ദൗത്യം പരാജയപ്പെട്ടത് സംബന്ധിച്ച് VSSC പ്രധാനമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരാകരിക്കുകയും കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടാൻ അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഒരു വിദഗ്ധനുമായി എത്തിയ ഡോവൽ ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി തന്റെ ദൗത്യം പൂർത്തീകരിച്ചെന്നാണ് റിപ്പോർട്ട്. PSLV തുടർ പരാജയങ്ങൾക്ക് പിന്നിൽ വൻ അട്ടിമറി ഉണ്ടെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഇതും ഡോവലിന്റെ സന്ദർശനവും കൂടി കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയില്ലെന്ന് പൊതുവിൽ നിരീക്ഷിക്കാം. പക്ഷേ അട്ടിമറിയല്ല, നിർമ്മാണത്തിലെ അപാകതയാണ് പരാജയ കാരണമെന്ന് അജിത് ഡോവൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. PSLVയുടെ 2025 മെയ്യിലും 2026 ജനുവരിയിലും നടന്ന വിക്ഷേപണങ്ങളാണ് പരാജയപ്പെട്ടത്. ആദ്യഘട്ടവും 2ാം ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ 3ാം ഘട്ടത്തിൽ റോക്കറ്റിന്റെ പാതയിൽ വ്യതിചലനം ഉണ്ടാവുകയും അങ്ങനെ സാറ്റലൈറ്റുകളെ മുൻ നിശ്ചയിച്ച പ്രകാരം വിന്യസിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതാണ് ഈ ദൗത്യങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണം. ജനുവരിയിൽ നടത്തിയ ദൗത്യത്തിൽ ഇന്ത്യൻ പ്രതിരോധ ഏജൻസിയായ DRDOയുടെ അന്വേഷ എന്ന ഉപഗ്രഹമടക്കം 16 ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഹൈപ്പർ സ്ട്രക്ചറൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിർത്തി നിരീക്ഷണം അടക്കമുള്ളവ സാധ്യമാക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിട്ടത്. ദൗത്യം പരാജയപ്പെട്ടതോടെ 500 മുതൽ 800 കോടി രൂപയുടെ വരെ സാമ്പത്തിക നഷ്ടമാണ് കണക്കാക്കിയത്. സാങ്കേതിക പിഴവാണെന്നും അട്ടിമറി സാധ്യത ഇല്ലെന്നുമാണ് ISRO വ്യക്തമാക്കിയതെങ്കിലും ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിർത്തി നിരീക്ഷണം ലക്ഷ്യമിട്ടുള്ള ഉപഗ്രഹ വിക്ഷേപണം പരാജയപ്പെട്ടത് അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കണ്ടത്. റോക്കറ്റിന്റെ 3ാം ഘട്ടത്തിൽ മോട്ടോർ ചേംബറിലെ മർദ്ദം നഷ്ടമായതാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമെന്നാണ് ISRO വിലയിരുത്തുന്നത്. പുതിയ സാഹചര്യത്തിൽ ISRO പുറത്തു നിന്നുള്ള ഒരു വിദഗ്ധനെ ഉപയോഗിച്ച് സമാന്തരമായി ഒരു അന്വേഷണം നടത്തും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തിയത്. ISROയുടെ അന്വേഷണ സമിതിക്ക് സമാന്തരമായി നടത്തുന്ന അന്വേഷണം സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപാകതകൾ പരിഹരിച്ച് ജൂണിൽ വീണ്ടും വിക്ഷേപണം നടത്താനാണ് ISROയുടെ പദ്ധതി. ISRO ഈ വർഷം സ്വകാര്യ പങ്കാളിത്തമുള്ള 6 ദൗത്യങ്ങളടക്കം 18 വിക്ഷേപണങ്ങൾ നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ISROയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ PSLVയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. 1993 അവതരിപ്പിച്ച നാൾ മുതൽ ഇന്നോളം 350 കൃത്രിമ ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിക്കാൻ PSLVക്ക് സാധിച്ചിട്ടുണ്ട്. 64 തവണ നടന്ന വിക്ഷേപണങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായതോ ആയ 5 പരാജയങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 36 രാജ്യങ്ങൾ ഇന്ത്യയുടെ PSLVയുടെ സേവനം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ISROയുടെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമായാണ് PSLVയെ വിലയിരുത്തുന്നത്. മറ്റു രാജ്യങ്ങളുടെയും സ്വകാര്യ ഏജൻസികളുടെയും വിക്ഷേപണ ദൗത്യങ്ങൾ ഏറ്റെടുക്കുക വഴി ISRO ഇതുവരെ 3827 കോടി രൂപയുടെ വരുമാനം നേടിയിട്ടുണ്ട്. 2015 മുതൽ ISRO വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിക്ഷേപണങ്ങൾക്ക് സജ്ജമായിരുന്നെങ്കിലും ഇത്തരം വിക്ഷേപണങ്ങൾ ധാരാളമായി നടക്കുന്നത് അടുത്ത കാലത്താണ്. ഇക്കാര്യത്തിൽ അമേരിക്ക, ചൈന, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസികൾക്കും SpaceX പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ISRO. അതിനാൽ തന്നെ ബഹിരാകാശ രംഗത്തെ കുതിപ്പ് തുടരുന്നതിന് വീഴ്ചകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചന്ദ്രയാൻ, മംഗൾയാൻ, ഗഗൻയാൻ തുടങ്ങി ആഗോള സമൂഹം ഉറ്റുനോക്കുന്ന പല ദൗത്യങ്ങളിലും ചരിത്രപരമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ISROയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേട്ടങ്ങളെ അട്ടിമറിക്കാൻ വൻശക്തി രാജ്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള ആശങ്കയും ഇവിടെ ബലപ്പെടുന്നുണ്ട്.